ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. കേടെറ്റ്, സെറ്റ്, നെറ്റ് എന്നിവയുടെ കോച്ചിങ് നൽകുന്ന കേരളത്തിലെ ഒരു സ്ഥാപനമാണ് ഓൺലൈൻ സയൻസ് സ്കൂൾ. ഓൺലൈൻ സയൻസ് സ്കൂൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സെറ്റ് കെമിസ്ട്രിയുടെ ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് വീഡിയോ ആണ്. കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 7510155485 ബന്ധപ്പെടുക. ആദ്യം തന്നെ എന്താണ് സെറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. സെറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. VHSC, HSST അധ്യാപക നിയമനത്തിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് സെറ്റ്. ടെസ്റ്റിൻ്റെ സ്കീം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു 2 പേപ്പർ കാണും സെറ്റിൻ്റെ എക്സാമിന്, എലിജിബിലിറ്റി ടെസ്റ്റിന്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആണ്. അതിന് 2 പാർട്ടുണ്ട്. പാർട്ട് A ജനറൽ നോളജും പാർട്ട് B ജനറൽ ആപ്റ്റിറ്റ്യൂഡും. ആപ്റ്റിറ്റ്യൂഡിൻ ടീച്ചിങ് ആണ്. പേപ്പർ 2 ആണ് നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേപ്പർ. അതായത് നിങ്ങൾ ഏത് PG ആണോ ചെയ്തിരിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പേപ്പർ ആയിരിക്കും പേപ്പർ 2. നമ്മുടേത് കെമിസ്ട്രി ആണ്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റിൻ്റെ വെച്ചിട്ടുള്ള പേപ്പറാണ് പേപ്പർ 2. ഓരോ പേപ്പറും 120 മിനിറ്റ് വെച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് പേപ്പർ 1ഉം 120 മിനിറ്റ് ആണ്, പേപ്പർ 2നും 120 മിനിറ്റ് ആണ്. അതായത് 2 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷകളാണ് സെറ്റിൽ നടത്തുന്നത്. പേപ്പർ 1ൽ 120 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ പാർട്ട് എയിൽ 60 ചോദ്യങ്ങളും പാർട്ട് ബിയിൽ 60 ചോദ്യങ്ങളുണ്ട്. എല്ലാം തന്നെ MCQ മോഡലിലാണ് വന്നിട്ടിരിക്കുന്നത്. പേപ്പർ 2വിലും അതേപടി തന്നെ 120 ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ പാർട്ട് എയും പാർട്ട് ബി ആയിട്ടൊന്നും തിരിച്ചിട്ടില്ല. 120 ചോദ്യങ്ങളുണ്ട്, ഓരോ മാർക്ക് വെച്ച്. സെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് നമ്മൾ എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം അതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നെറ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് വലിയൊരു ആശ്വാസവും വലിയൊരു അനുഗ്രഹവുമായ ഒരു കാര്യമാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത്. സെറ്റിൻ്റെ മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, സെറ്റിന് എത്രത്തോളം മാർക്കാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ നേടേണ്ടതെന്നാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ പേപ്പർ 1ന് 40% മാർക്കാണ് നേടേണ്ടത്. പേപ്പർ 2വിനും 40% തന്നെയാണ് നേടേണ്ടത്. രണ്ടും കൂടെ ഒരുമിച്ച് പേപ്പർ 1നും പേപ്പർ 2നും കൂടെ ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്കും 48% വേണം. OBC കാറ്റഗറിയിലെ ഒരു കുട്ടിക്കാണെങ്കിൽ പേപ്പർ 1ന് 35%വും പേപ്പർ 2വിന് 35%വും ടോട്ടലായിട്ട് 45% അറ്റൈൻ ചെയ്യണം. ഇനി നിങ്ങൾ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡോ അല്ലെങ്കിൽ SC ST കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ 35% മാർക്കും പേപ്പർ 1ന് 35%, പേപ്പർ 2ന് 35%, ടോട്ടലി 40% മാർക്കുമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനായിട്ട് കരസ്ഥമാക്കേണ്ടത്. ഓരോ പേപ്പറിനും മാർക്ക് വൈസിട്ട് നോക്കുകയാണെങ്കിൽ, മാർക്ക് വൈസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾ ഫസ്റ്റ് പേപ്പറിനും സെക്കൻഡ് പേപ്പറിനും 120ൽ 48 മാർക്ക് നേടണം. പേപ്പർ 1നും 48 മാർക്ക്, പേപ്പർ 2വിനും 48 മാർക്ക്. OBC കാറ്റഗറിയിലാണെങ്കിൽ 120ൽ 42 മാർക്കാണ് പേപ്പർ 1നും പേപ്പർ 2വിനും അതേപടി 120ൽ 42 മാർക്ക് നേടണം. ഡിഫറൻ്റ്ലി ഏബിൾഡ് SC ST കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ അയാൾ ഫസ്റ്റ് പേപ്പറിന് 42 മാർക്കും സെക്കൻഡ് പേപ്പറിനും 42 മാർക്കും വാങ്ങണം. ഇനി നമ്മൾ നേരത്തെ സ്ലൈഡിൽ തന്നെ ഒരു പെർസെൻറ്റേജ് ടോട്ടൽ എടുക്കുമ്പോൾ വ്യത്യാസം പറഞ്ഞല്ലോ. അപ്പോൾ ടോട്ടലായി സെറ്റിന് ക്വാളിഫൈ ചെയ്യാനായിട്ട് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾ 116 മാർക്കും OBC കാറ്റഗറിയിലുള്ള ആൾ 108 മാർക്കും ബാക്കിയുള്ളവർ 96 മാർക്കുമാണ് നേടേണ്ടത്. ഓർക്കുക, നെഗറ്റീവ് ഇല്ല എന്നുള്ളത്. നമ്മൾ മാർക്കിൻ്റെ പാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. മാർക്സ് സെക്വേർഡ് ഫോർ പേപ്പർ 1 പ്ലസ് പേപ്പർ 2 ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്ക് ഫോർ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഇൻറ്റു 100. നിങ്ങൾ പേപ്പർ 1ന് 120ൽ 48 മാർക്ക് വാങ്ങി, പേപ്പർ 2വിൽ ഒരു 55 മാർക്ക് വാങ്ങി. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ പാസ് പെർസെൻറ്റേജ് കാണാൻ 48 + 55/120 + 120 ഇൻറ്റു 100. അതെന്ന് പറയുന്നത് എത്രയായിരിക്കണം? 116 മാർക്കിന് കിട്ടുന്ന ഭാഗമാണെങ്കിൽ നമ്മൾ സെറ്റ് ക്വാളിഫൈ ചെയ്തു. ഇനി OBC കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഈ ഫുൾ ടോട്ടൽ മാർക്ക് എടുക്കുമ്പോൾ ടോട്ടൽ മാർക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് 108 മാർക്ക് വേണം. അപ്പോൾ 2 പേപ്പറിനും 48 വാങ്ങിയാൽ നമ്മൾ ഒരു OBC കാറ്റഗറിയിൽപ്പെട്ട ഒരാൾ ക്വാളിഫൈ ചെയ്യില്ല. കാരണം പേപ്പർ 1ന് 48 ഉണ്ട്, പേപ്പർ 2വിനും 48 ഉണ്ട്. സോ 48ഉം 96 ആയുള്ളൂ. അയാൾക്ക് എത്ര വേണം? 108 വേണം. സോ ആ 48 എന്നൊരു ബ്രിം
വാല്യൂവിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതിനു മേലെ നമുക്ക് മാർക്ക് നേടിയാൽ മാത്രമേ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മിനിമം ഒരു 55 മാർക്ക് ഓരോ പേപ്പറിനും നേടിയാൽ മാത്രമേ നമുക്ക് ടോട്ടലി ഒരു 108 110 കിട്ടും. 55 രണ്ട് പേപ്പറിന് ഒരു 55 കിട്ടിയാലും നമുക്ക് 110 കിട്ടും അല്ലേ. അതല്ലെങ്കിൽ പേപ്പർ 1-നൊരു 80 മാർക്കൊക്കെ കിട്ടുന്ന ഒരാൾക്ക് ഇപ്പുറത്തെ സെക്കൻഡ് പേപ്പറിന് ഒരു 48 മാത്രമേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ക്വാളിഫൈ ചെയ്യും. അപ്പോൾ പേപ്പർ 1-ന് നമ്മൾ കൂടുതൽ കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. PSC ഒക്കെ പഠിക്കുന്നതുകൊണ്ട് GK ഒക്കെ അത്യാവശ്യം നല്ല തറവായിട്ട് ഒരാൾ 120-ൽ 80-ഉം 90-ഉം ഒക്കെ മാർക്ക് വാങ്ങിക്കും. അപ്പോൾ ആ 90 കിട്ടിയ ആൾക്ക് സെക്കൻഡ് പേപ്പറിന് കൃത്യം 48 കിട്ടിയാൽ ആൾ ക്വാളിഫൈ ചെയ്യും. സോ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം ചിന്തിക്കുക. ഒറ്റയ്ക്ക് 48 എന്നും പറഞ്ഞിരിക്കരുത്. മൊത്തത്തിൽ നമുക്ക് എത്ര വേണം? 108 വേണം. എന്നാൽ ഓരോ പേപ്പറിനും 48 മിനിമം 48 കിട്ടിയിരിക്കുകയും വേണം. സിലബസിൽ 6 യൂണിറ്റുകളാണ്. കെമിസ്ട്രിയുടെ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കൃത്യം 6 യൂണിറ്റായിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 120 ചോദ്യങ്ങൾക്ക് മാർക്ക് വരണമെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ മോഡ്യൂളിൽ നിന്നും മിനിമം 20 ചോദ്യമെങ്കിലും കാണാം. അത് സിലബസിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ, അനലിറ്റിക്കൽ, തിയറിറ്റിക്കൽ, മിസലേനിയസ് ടോപ്പിക് ആയിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് പീരിയോഡിസിറ്റി ആൻഡ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, കോർഡിനേഷൻ കെമിസ്ട്രി, ലാന്തനൈഡ് ആൻഡ് ആക്ടിനൈഡ്സ്, ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി, അതുപോലെ തന്നെ ഓർഗാനോമെറ്റാലിക് കറ്റാലിസിസ്, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. ഇത്രയാണ് നിങ്ങളുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ തന്നിരിക്കുന്ന സിലബസ്. പീരിയോഡിസിറ്റി എന്ന് പറയുമ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടികൾ ഉണ്ടല്ലോ, അറ്റമിക് റേഡിയായി, അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആയ S എലമെന്റ്സും P ബ്ലോക്ക് എലമെന്റ്സിൻ്റെയും ഒക്കെ കുറേ കോമ്പൗണ്ട്സ്, അതുപോലെ നൈട്രജൻ ഫാമിലി, അതുപോലെ ബൊറൈൻ ഫാമിലി, കാർബൺ ഫാമിലി, ഹാലജൻസ്, അതുപോലെ നോബിൾ ഗ്യാസ് എലമെന്റ്സ്, അവരുടെയൊക്കെ കുറച്ച് സിന്തസിസും ടൈപ്സ് ഓഫ് കോമ്പൗണ്ടും ഒക്കെയാണ് ആ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ കോംപ്ലക്സുകളുടെ വേരിയസ് തിയറീസ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സുകൾ, അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്ന പല മെത്തേഡ്സ്, കളേഴ്സ്, അതുപോലെ റിയാക്ഷൻസ് ഓഫ് കോർഡിനേഷൻ കെമിസ്ട്രി, അതൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലാന്തനൈഡ്സ് എലമെന്റ്സുകളുടെ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് സ്ട്രക്ചർ, മാഗ്നറ്റിക് മൊമെന്റ്സ്, കളേഴ്സ്, കോംപ്ലക്സുകളുടെ സ്ട്രക്ചറൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിൽ 18 ഇലക്ട്രോൺ റൂൾ, ഹാപ്റ്റിസിറ്റി, ഓർഗാനോമെറ്റാലിക്സിൻ്റെ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ കറ്റാലിസിസ് ഉണ്ടല്ലോ, വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്, അങ്ങനെ പല പ്രോസസ്സ് ഉണ്ടല്ലോ, മോൺസാൻഡോ അസറ്റിക് ആസിഡ് പ്രോസസ്സ്, അതൊക്കെയാണ് സിലബസിൽ കണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ്, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ, ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചർ, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫോട്ടോകെമിസ്ട്രി ഉണ്ട്, പെരിസൈക്ലിക് റിയാക്ഷൻസ് ഉണ്ട്, റിയാക്ഷൻസ് ആൻഡ് റിയേജൻസ്, നെയിം റിയാക്ഷൻസ് ആൻഡ് റിയേജൻ്റ് ഉണ്ട്, അരോമാറ്റിസിറ്റി ഉണ്ട്, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ഉണ്ട്, സ്റ്റീരിയോ കെമിസ്ട്രി, നാച്ചുറൽ പ്രോഡക്ട്സ് ആൻഡ് ബയോമോളിക്യൂൾസ്. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട്, സെറ്റിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടുള്ള സിലബസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നത്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്, തെർമോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, ഫേസ് ഇക്ലിബ്രിയ, കെമിക്കൽ കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, സർഫസ് കെമിസ്ട്രി, കൊളോയിഡ്സ്, ഈ ഏരിയയ്ക്കാണ് സ്ട്രെസ് കൊടുത്തിരിക്കുന്നത്. തിയറട്ടിക്കൽ കെമിസ്ട്രിയിൽ ക്വാണ്ടം കെമിസ്ട്രി, കെമിക്കൽ ബോണ്ടിങ്, ഗ്രൂപ്പ് തിയറി, മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, ആപ്ലിക്കേഷൻ ഓഫ് സ്പെക്ട്രോസ്കോപ്പി. അനലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ഏകദേശം എല്ലാ അനലിറ്റിക്കൽ ടെക്നിക്സും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്രൊമാറ്റോഗ്രഫിയും, നെഫ്ലോമെട്രിയും, ടെർബിഡോമെട്രിയും, തെർമൽ അനലിറ്റിക്കൽ ടെക്നിക്സ് ആയ DSE, TG, ഇലക്ട്രോ അനലിറ്റിക്കൽ ടെക്നിക്സ് ആയ നമ്മുടെ CV, വോൾട്ടാമെട്രി, അതൊക്കെ തന്നെ നിങ്ങളുടെ സിലബസിലുണ്ട്. പിന്നെ കുറച്ച് മിസ്ലേനിയസ് ടോപ്പിക്സ് ഉണ്ട്. മെഡിസിനൽ കെമിസ്ട്രി, പോളിമേഴ്സ്, ഗ്രീൻ കെമിസ്ട്രി, മെറ്റീരിയൽ കെമിസ്ട്രി, എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഇങ്ങനെ 6 തരത്തിലാണ് നിങ്ങളുടെ സിലബസ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഓരോ ഏരിയയിൽ നിന്നും 20 ചോദ്യങ്ങൾ വെച്ചെങ്കിലും വരത്തക്ക രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സിലബസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് റീസെൻറ്റ് ട്രെൻഡ്സ്, ഓക്കെ, അതായത് നമ്മുടെ ലാസ്റ്റ് ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഏത് ഏരിയാസിൽ നിന്നാണ് ഇവർ കൂടുതൽ ചോദിക്കുന്നത്, ഇനോർഗാനിക്കിൽ ഏത് ഏരിയയുടെ ഏത്
എന്താണ് അവർ സ്ട്രെസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ നമുക്ക് ആ സ്ലൈഡുകളൊന്ന് ഡിസ്കസ് ചെയ്യാം. റീസെന്റ് ട്രെൻഡ്സ് ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയയാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി, അപ്പം കോർഡിനേഷൻ കെമിസ്ട്രിയും ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി, ബയോ ഇനോർഗാനിക്കും ലാന്തനൈറ്റ്സും ഇതില്ലാത്തൊരു സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താലും ഒരു 10-15 മാർക്ക് ഷുവർ ആയിട്ടും നമുക്ക് ഈ കോർഡിനേഷനിൽ നിന്നും ഓർഗാനോമെറ്റാലിക്കിൽ നിന്നും ബയോ ഇനോർഗാനിക്കിൽ നിന്നും കിട്ടാറുണ്ട്. സോ കോർഡിനേഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനർജി ലെവലുകളുടെ സ്പ്ലിറ്റിങ്ങിന്റെ ഓർഡർ പല ഫീൽഡിൽ, അതായത് ടെട്രാഹീഡ്രൽ ഫീൽഡിൽ ഒരു ഓർഡർ ആയിരിക്കും, സ്ക്വയർ പ്ലാനാറിൽ ഒരു ഓർഡർ ആയിരിക്കും, സ്ക്വയർ പിരമിഡിൽ ഒരു ഓർഡർ ആയിരിക്കും, TBP സ്ട്രക്ചറിൽ ഒരു ഓർഡർ ആയിരിക്കും. സോ അതിന്റെ ഓർഡർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ജോൺഡല്ല ഡിസ്റ്റോർഷൻ കാണിക്കുന്ന കോമ്പൗണ്ട് ഏതൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് സ്പെക്ട്ര ട്രാൻസിഷൻ നടക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓർഗൽ ഡയഗ്രത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കോംപ്ലക്സിന്റെ കളറും മാഗ്നറ്റിക് മൊമെന്റും ചോദിച്ചിട്ടുണ്ട്. ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിൽ നിന്ന് ചില തവണ 10 മാർക്ക് മാത്രം ഒറ്റയ്ക്ക് ഓർഗാനോമെറ്റാലിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എക്സാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 18 ഇലക്ട്രോൺ റൂൾ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഹാപ്റ്റിസിറ്റി, കാർബോണിലിന്റെ സ്ട്രക്ചർ, ബ്രിഡ്ജിംഗ് കാർബോണിൽസ്, ഈ കാർബോണിലായിട്ട് സ്ട്രക്ചർ തരുന്ന IR ബാൻഡ്, അതുപോലെ ബാക്ക് ബോണ്ടിങ്ങും അതിന്റെ എഫക്റ്റ് കാർബോണിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയിലും അതുപോലെ മെറ്റൽ കാർബൺ ഫ്രീക്വൻസിയിലും ഉണ്ടാകുന്നതിന്റെ എഫക്റ്റ്, അതുപോലെ ഓർഗാനോമെറ്റാലിക് കറ്റാലിസിസ്, ഫെറോസിൻ റിലേറ്റഡ് ചോദ്യങ്ങളൊക്കെ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ബയോ ഇനോർഗാനിക് എസെൻഷ്യൽ എലമെന്റ്സ്, അതുപോലെ നമ്മുടെ അയൺ സ്റ്റോറേജ് പ്രോട്ടീൻസ് ആയ ഹീമോഗ്ലോബിൻ, ഹെമിരിത്രിൻ അതിനെയൊക്കെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ പഠിക്കുക, പീരിയോഡിക് പ്രോപ്പർട്ടീസ്, പലതരം പീരിയോഡിക് പ്രോപ്പർട്ടീസിന്റെ ബേസ് ചെയ്ത് ഓർഡർ ചോദിച്ചിട്ടുണ്ട്. ബൊറൈൻസിന്റെ 6 കോഡ് ചോദിച്ചിട്ടുണ്ട്. ലാന്തനൈറ്റ്സിന്റെ നോക്കുകയാണെങ്കിൽ ലാന്തനൈറ്റ്സിന്റെ മാഗ്നറ്റിക് മൊമെന്റ്, കോർഡിനേഷൻ നമ്പർ, ഓക്കെ, അതുപോലെ തന്നെ കോൺട്രാക്ഷൻ, ലാന്തനൈറ്റ് കോൺട്രാക്ഷന്റെ കോൺസിക്വൻസ്, ഇതെല്ലാം ഷുവറായിട്ടും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇനോർഗാനിക് പോർഷനിൽ മിനിമം ഇത്രയെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാം. ഇതിനകത്ത് നിന്ന് ഉറപ്പായിട്ടും ഒരു 10-15 മാർക്ക് ഷുവറായിട്ടും നമുക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനോർഗാനിക് സെക്ഷനിൽ നിന്ന് ഈ മിനിമം ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്തിട്ടേ പോകാവുള്ളൂ. അടുത്ത ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് റിയേജന്റ് നെയിം റിയാക്ഷൻസ് ചോദിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിലാണ് കുറച്ചും കൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ബാക്കി ഇനോർഗാനിക്കിനെയും ഫിസിക്കലിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വാസ്റ്റ് റീഡിങ് വേണം. പക്ഷെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നെയിം റിയാക്ഷൻസ്, ഇപ്പോൾ ഒരു റിയാക്ഷൻ തന്നിട്ട് പ്രോഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ റിയേജന്റ് ഏത് തരം റിയാക്ഷൻ ആണ് പങ്കെടുക്കുന്നത്, സിസ് ഹൈഡ്രോക്സിലേഷൻ നടത്തുന്നതാണോ, ഓസ്മിയം ടെട്രോക്സൈഡ് ഏത് തരം റിയാക്ഷൻ ആണ് അത് കാറ്റലൈസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ നമുക്ക് റിയേജന്റിൽ നിന്നും നെയിം റിയാക്ഷൻസിൽ നിന്നും കിട്ടും. ഒരുപാട് ചുറ്റിക്കലില്ല ഓർഗാനിക് കെമിസ്ട്രി സെറ്റുകൾ. നേരെ നെറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ കുറച്ചും കൂടെ ട്വിസ്റ്റിംഗ് ആണ് ഓർഗാനിക്, പക്ഷെ സെറ്റിൽ ഓർഗാനിക് വളരെ സിമ്പിൾ പാർട്ടാണ്. അതുപോലെ റിയാക്ഷനിൽ ഇപ്പോൾ ക്രീമർ ടീൻമാൻ റിയാക്ഷനിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആണ് കാർബി. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും ക്രീമർ ടീൻമാനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇന്റർമീഡിയറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പെരിസൈക്ലിക്കും ഫോട്ടോ കെമിസ്ട്രി എടുക്കുമ്പോൾ തന്നിരിക്കുന്ന നെയിം റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ കീലോട്രോപ്പിക് എലിമിനേഷൻ റിയാക്ഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ അറ്റൈനോബുച്ചി റിയാക്ഷൻ, അങ്ങനെയുള്ള നെയിം റിയാക്ഷനിൽ കൂടുതലും സ്ട്രെസ് ചെയ്യുക. നാച്ചുറൽ പ്രോഡക്ട്സ് ഇപ്പോൾ ടെർപ്പീൻസ്, ആൽക്കലോയിഡ്സ് ഒക്കെയാണ് ചോദിക്കാറ് കൂടുതൽ. ടെർപ്പീൻസിന്റെ മോണോടെർപ്പീൻസ് ഏതാ തന്നിരിക്കുന്നത്, ഇതിനകത്ത് മോണോടെർപ്പീൻ ആണോ സൈക്ലിക് ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ട്രെൻഡ് ആയിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് അതിന്റെ സ്ട്രക്ചർ ചോദിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കും. അപ്പോൾ നമ്മൾ ബേസിക്കലി സ്ട്രക്ചർ പഠിക്കണം, അതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ പഠിക്കണം. അപ്പോൾ ഇന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഇന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനൊക്കെയാണ് ഇപ്പോൾ നാച്ചുറൽ പ്രോഡക്ട്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാറ്. പിന്നെ നമ്മുടെ റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് ഉണ്ടല്ലോ, കാർബോ കാറ്റോൺ, കാർബാനോൺ, ഫ്രീ റാഡിക്കൽസ്, ഇതിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി ഒന്ന് പഠിക്കണം. പിന്നെ പ്രോട്ടീൻസിന്റെ ഏരിയയിൽ നിന്ന് പെപ്റ്റൈഡ് ഡീഗ്രഡേഷന്റെ സീക്വൻസിങ് നമ്മൾ പഠിക്കണം, എസ്പെഷ്യലി എഡ്മാൻ ഡീഗ്രഡേഷൻ. അതിനുപയോഗിക്കുന്ന റിയേജന്റ് ഏതൊക്കെയാണ്, അങ്ങനത്തെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്.
ഫിസിക്കൽ കെമിസ്ട്രി കുറച്ച് വൈഡൻഡ് ആണ്. അതിൽ എപ്പോഴും സ്ട്രെസ് കൊടുക്കേണ്ടത് സ്പെക്ട്രോസ്കോപ്പിയാണ്. സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. ചോദ്യങ്ങളില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സ്പെക്ട്രോസ്കോപ്പിയിൽ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി തന്നിരിക്കുന്ന മോളിക്യൂളിനകത്ത് റൊട്ടേഷൻ ആക്റ്റീവ് ആരാണ്, റാമൻ ആക്റ്റീവ് ഏതാണ്, മൈക്രോവേവ് ആക്റ്റീവ് ആണ്, മോസ്ബോർ സ്പെക്ട്രത്തിന്റെ സിഗ്നൽ എണ്ണം കിട്ടും, ESR ആക്റ്റീവ് ആണോ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിലെ പീക്കുകളുടെ എണ്ണം, ആ തന്നിരിക്കുന്നതിനകത്ത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ആരാണ്, ആ ടൈപ്പൊക്കെയുള്ള ചോദ്യങ്ങളാണ് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ NMR-ഉം C13 NMR സിഗ്നൽസും ചോദിക്കാറുണ്ട്. പിന്നെ UV സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രെസ് ചെയ്യേണ്ടത് വുഡ്വർഡ് ഫീസർ റൂളുകളാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാ വർഷവും വുഡ്വർഡ് ഫീസർ റൂൾ ചോദിക്കില്ല, ഇടയ്ക്ക് 1-2 തവണയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗേഷ്യസ് സ്റ്റേറ്റും സോളിഡ് സ്റ്റേറ്റിൻ്റെ ഒക്കെ ഇപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിനകത്താണെങ്കിൽ നമ്മുടെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, RMS വെലോസിറ്റി, അതിൻ്റെ ഇക്വേഷൻ അതെങ്ങനെ വേരി ചെയ്യുന്നു, സോളിഡ് സ്റ്റേറ്റിനകത്ത് ബ്രാഗ്സ് ലോ, ആ ടൈപ്പ് ചോദ്യങ്ങൾ, അതുപോലെ ഫ്രെങ്കൽ ഡിഫക്റ്റ്, ഷോർട്ടി ഡിഫക്റ്റ്, ആ ഏരിയയൊക്കെയാണ് കൂടുതലും ചോദിക്കാറ്. തെർമോഡൈനാമിക്സിൽ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ പേര് ചോദിക്കും. ഇപ്പം അല്ലെങ്കിൽ മാത്സ് ഫോളോയിങ് ചോദിക്കും. ജിബ്സ് ഡ്യൂഹം തരിക, ഓക്കെ, അല്ലെങ്കിൽ ക്ലേഷ്യസ് ക്ലേപ്രോൺ, അങ്ങനെ 4-5 ഇക്വേഷൻസിൻ്റെ പേര് തരും. ലെഫ്റ്റ് സൈഡിൽ ഇക്വേഷൻ തരും, മാച്ച് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ തെർമോഡൈനാമിക്സിലെ നെയിംഡ് റിലേഷൻസ് എല്ലാം അല്ലെങ്കിൽ നെയിംഡ് ഇക്വേഷൻസ് എല്ലാം കൃത്യം പഠിക്കുക. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മുടെ കനോണിക്കൽ എൻസംബിൾ, മൈക്രോ കനോണിക്കൽ എൻസംബിൾ, അതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ കണ്ടുവരാറുണ്ട്. പിന്നെ പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ ടേംസിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. കുറച്ച് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റിയെ നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷൻ രൂപത്തിൽ എഴുതുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി ഒരിക്കലും ഒഴിവാക്കരുത്. അപ്പം ഇനോർഗാനിക്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഓർഗാനോമെറ്റാലിക്, കോർഡിനേഷൻ, ലാന്തനൈഡ്, ബയോ ഇനോർഗാനിക്, ഇത്രയും വിടരുത്. ഫിസിക്കലിലേക്ക് സ്പെക്ട്രോസ്കോപ്പി വിടരുത്, തെർമോഡൈനാമിക്സ് വിടരുത്. പിന്നെ കെമിക്കൽ കൈനറ്റിക്സ് ഓർഡർ കണ്ടുപിടിക്കാൻ, ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടതാണ് അരീനിയസ് ഇക്വേഷൻ ബേസ്ഡ് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ട് ഫാസ്റ്റ് റിയാക്ഷൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നോയ്സ് ഇക്വേഷൻ പഠിക്കണം, സെൽ റിയാക്ഷൻസ് പഠിക്കണം, ഡിഫ്യൂഷൻ കൺട്രോൾ റിയാക്ഷൻസ് പഠിക്കണം. പിന്നെ നമ്മുടെ സർഫസ് കെമിസ്ട്രിയും കൊളോയിഡ്സിലും ഫ്ലക്യുലേഷൻ വാല്യൂ, ഹാഡി-ഷുൾസ് റൂൾ, ടൈപ്സ് ഓഫ് ഐസോതേംസ് ഒക്കെ ചോദിക്കും. ബെറ്റ ഐസോതേം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ കൊളോയിഡ്സിനകത്ത് കുറേ സിലബസിൽ കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതലും ചോദ്യങ്ങൾ കണ്ടുവന്നിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫ്ലക്യുലേഷൻ വാല്യൂസ്, ബെറ്റ ഐസോതേം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് SK കുറിച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, SK അനാലിസിസ്, അതായത് ഒരു സർഫസ് അനാലിസിസ് ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഓഷോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, അതൊക്കെ സർഫസ് അനാലിസിസ് ടെക്നിക്സ് ആണ്. PES, അപ്പോൾ ആ അനാലിസിസ് ടെക്നിക്സിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വളരെ ജനറൽ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ തിയററ്റിക്കൽ കെമിസ്ട്രി പണ്ട് അത്രയും ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും അത്രയും ഇതായിട്ട് ചോദിക്കില്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ചോദിക്കുന്നത്. അതുപോലെ ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് പോയിന്റ് ഗ്രൂപ്പും IR പീക്സിൻ്റെ ടൈപ്പ്, IR പീക്ക് ആക്റ്റീവ് ആയിട്ടുള്ള പീക്സ് എത്രയാണ്, പോയിന്റ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അനലിറ്റിക്കൽ കെമിസ്ട്രി കുറച്ച് വൈഡനായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം തന്നിരിക്കുന്ന എല്ലാ അനലിറ്റിക്കൽ ടെക്നിക് പ്രിൻസിപ്പിളും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ അനലിറ്റിക്കൽ കെമിസ്ട്രി ഉറപ്പായിട്ടും ചോദിക്കും. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം അത്യാവശ്യം എല്ലാ അനലിറ്റിക്കൽ കെമിസ്ട്രിയെ കുറിച്ച് ഒരു ധാരണ വേണം. ഓരോ ഇയറും ചിലപ്പോൾ ഓരോ അനലിറ്റിക്കൽ ടെക്നിക്കായിരിക്കും ഈ എടുക്കുന്നതെന്നുള്ള വ്യത്യാസമുള്ളൂ. അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ അനലിറ്റിക്കൽ കെമിസ്ട്രിക്ക് നല്ലൊരു ടെക്സ്റ്റാണ് BK ശർമ്മയുടെ ടെക്സ്റ്റ്. സോ അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരം കണ്ടുവരാറുണ്ട്. പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഏറ്റവും ചോദ്യങ്ങൾ കൂടുതലും വന്നിരിക്കുന്നത് പോളിമറിൽ നിന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പോളിമറിൽ നിന്ന് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്കെങ്കിലും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതലും ചോദിക്കുന്നത് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നിരിക്കുന്ന ഇപ്പോൾ ടെർലീൻ്റെ മോണോമർ ഏതാണ്, ബേക്ക്ലൈറ്റിൻ്റെ മോണോമർ ഏതാണ്, ഓക്കെ, പ്ലെക്സി ഗ്ലാസ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ മോണോമർ ഏതാണ്, അത് ചോദിക്കാറുണ്ട്.
പിന്നെ മോളിക്കുലാർ വെയിറ്റ് ഓഫ് പോളിമേഴ്സ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്പർ ആവറേജ് മോളിക്കുലാർ വെയിറ്റ്, വിസ്കോസിറ്റി ആവറേജ് മോളിക്കുലാർ വെയിറ്റ്, അവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ്, അതൊക്കെയാണ് നോർമലി ചോദിച്ചു വരുന്നത്. പിന്നെ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് വാല്യൂ, ഒരു നാച്ചുറൽ പോളിമറിന്റെ വാല്യൂ എത്ര, അല്ലെങ്കിൽ പ്ലെക്സി ഗ്ലാസിന്റെ PDI വാല്യൂ എത്ര, റബ്ബറിന്റെ PDI എത്ര, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു വരാറുണ്ട്. പിന്നുള്ളത് മെഡിസിനൽ കെമിസ്ട്രി. ആദ്യകാലങ്ങളിൽ മെഡിസിനൽ കെമിസ്ട്രിയിൽ ട്യൂബർക്കുലോസിസിന് ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണ്, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ഏതാണെന്നായിരുന്നു ചോദിച്ചത്. ഇപ്പോൾ ഡ്രഗുകളുടെ സ്ട്രക്ചറെ വെച്ചിട്ട് ചോദ്യം തുടങ്ങിയിട്ടുണ്ട്. അതായത് 4 ഡ്രഗ്സിന്റെ സ്ട്രക്ചർ തരും, എന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ക്ലോറാംഫെനോക്കോളിന്റെ സ്ട്രക്ചർ ഏതാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ചോദ്യത്തിലേക്കൊക്കെ ട്രെൻഡ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് കൂടുതലും ചോദിച്ചേക്കുന്ന പോളിമറും മെഡിസിനൽ കെമിസ്ട്രിയാണ്. പിന്നെ എൻവയോൺമെന്റൽ കെമിസ്ട്രിയിൽ നിന്ന് BOD COD റിലേറ്റഡ് ചോദ്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസ് 12 പ്രിൻസിപ്പിളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ സോൾവെന്റ് ഏതാണെന്ന് തന്നിരിക്കുന്നതിനകത്ത് ഗ്രീൻ സോൾവെന്റ് ഏത് എന്ന് ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ കെമിസ്ട്രിയിൽ നിന്ന് നാനോ കെമിസ്ട്രിയിലാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്വാണ്ടം ഡോട്ടിന്റെ ഡയമെൻഷൻ ഏതൊക്കെയാണ്, വൺ ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ തന്നിരിക്കുന്ന ഏതാണ്, ആ ഒരു രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഏരിയാസ് സ്ട്രെസ് ചെയ്താൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മിസ്ലേനിയസ് ടോപ്പിക്കിൽ വേറെ എന്ത് വിട്ടാലും പോളിമറും മെഡിസിനൽ കെമിസ്ട്രിയും വിടരുത്. അതുപോലെ ഇനോർഗാനിക്കിലെ കോർഡിനേഷൻ വിടരുത്, ബയോ ഇനോർഗാനിക് വിടരുത്, ഓർഗാനോ മെക്കാനിക് വിടരുത്, ലാന്തനൈഡ് വിടരുത്. നെയിം റിയാക്ഷൻസും തന്നിരിക്കുന്ന നെയിം റിയാക്ഷൻസും റിയേജന്റും ഫോട്ടോ കെമിസ്ട്രിയും പെരിസൈക്ലിക്കും കംപ്ലീറ്റ് ചെയ്യുക ഓർഗാനിക്കിൽ നിന്ന്. ഫിസിക്കൽ സ്പെക്ട്രോസ്കോപ്പി ഒരിക്കലും ഒഴിവാക്കരുത്. ഇങ്ങനെ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് തന്നെ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് സെറ്റ് കൈക്കലാക്കാം. കാരണം സെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് മാർക്കില്ല. അപ്പം ഇത്രയും ഏരിയാസ് നമ്മൾ സ്ട്രെസ് ചെയ്താൽ തന്നെ ഷുവറായിട്ടും നമ്മുടെ 2021 സെറ്റ് നമുക്ക് സ്വന്തമായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവരും ഈ ഏരിയാസ് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, എല്ലാവരും ഇത്തവണത്തെ സെറ്റ് ക്രാക്ക് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എടുക്കുന്ന എഫേർട്ടും ഹാർഡ് വർക്കും ആണ്. സോ നിങ്ങൾ എല്ലാവരും ഈ വർഷം തന്നെ സെറ്റ് ക്രാക്ക് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൺലൈൻ സയൻസ് സ്കൂളിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.